SSC and RRB എല്ലാവർക്കും നമ്മുടെ CA ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അതിനു മുന്നേ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യമാണ് നമ്മുടെ SSC CGL Tier 1 ബാച്ചിന്റെ കാര്യം. ഇതാ SSC CGL നോട്ടിഫിക്കേഷൻ വരാറായി. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എക്സാമും ഉണ്ടായിരിക്കും അല്ലേ. സോ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് Tier 1 ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഗൈഡൻസ് നൽകുന്നതിനായിട്ടുള്ള ക്രാഷ് കോഴ്സ് ആണ് നമ്മുടെ CGL Tier 1 ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഈ ബാച്ചിൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. സോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം കൊണ്ട് തന്നെ മാക്സിമം സിലബസ് കവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ SSC CGL Tier 1 ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1999 ആണ് നമ്മുടെ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത്. ഏപ്രിൽ 7 മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമാണ് ഉള്ളത്. സോ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ക്ലാസ്സിൽ വന്ന് കൃത്യമായി സിലബസ് പഠിക്കാനായിട്ട്, കൃത്യമായി നമ്മുടെ ഓരോ സബ്ജക്റ്റുകളും കവർ ചെയ്ത് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അഡ്മിഷൻസിന് വേണ്ടി ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓറൽസ് നിങ്ങൾക്ക് ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് 3 to 4 hours ആണ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. 6 to 7 days ആണ് വീക്ക്ലി ക്ലാസ് ഉണ്ടായിരിക്കുക. ഈ ഏപ്രിൽ 7 മുതൽ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കൂടാതെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്ന് പറയുന്ന എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഡെയിലി CA അപ്ഡേറ്റ്, പോൾസ്, ക്വിസ്, യൂട്യൂബ് സെഷന്റെ നോട്ടുകൾ, ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. സോ ജോയിൻ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്നാണ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. ഇതാണ് കേട്ടോ. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇപ്രാവശ്യത്തെ NTPC എക്സാമിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ICC മെൻസ് T20 വേൾഡ് കപ്പ് 2026. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ആവേശത്തോടെ കണ്ട മാച്ചാണ് ICC T20 വേൾഡ് കപ്പ് 2026 എന്ന് പറയുന്നത്. സോ 96 റൺസിന് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി T20 വേൾഡ് കപ്പ് 2026 നേടിയത് ആരാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. T20 വേൾഡ് കപ്പിലെ തന്നെ ലാർജസ്റ്റ് ഹിസ്റ്ററി ആൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ ടീം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയാണ് അല്ലേ. അതായത് ICC മെൻസ് T20 വേൾഡ് കപ്പ് ടൈറ്റിലുകളിൽ 3 വേൾഡ് കപ്പ് ടൈറ്റിലുകളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. 2007, 2024, 2026. സോ 3 വേൾഡ് കപ്പിലും ജയിച്ചിരിക്കുന്നത് ഇന്ത്യയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഈ 3 തവണയാണ് ഇന്ത്യൻ ടീം ICC മെൻസ് T20 വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ സഞ്ജു ഫോമിലായതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള വേൾഡ് കപ്പ് ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. സഞ്ജു സാംസൺ ആണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്നുള്ള കാര്യം കൂടിയും ഓർത്തു വെക്കുക. നമുക്കറിയാം ICC മെൻസ് T20 വേൾഡ് കപ്പ് കോ ഹോസ്റ്റ് ചെയ്തത് ശരിക്കും ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നിട്ടായിരുന്നു. കോ ഹോസ്റ്റ് ഇന്ത്യയും ശ്രീലങ്കയുമാണ്. പക്ഷേ ഫൈനൽ മാച്ച് നടന്നിട്ടുള്ള സ്റ്റേഡിയം നമ്മൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിലാണ് ഫൈനൽ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ മെൻസ് T20 വേൾഡ് കപ്പ് ICC ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതൊരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ട് 2007 നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇനി 2028 പൊതുവെ ഈ ഒരു 2 വർഷം കൂടുമ്പോഴാണ് ഈ T20 വേൾഡ് കപ്പ് നടക്കാറ്. സോ ഇനി 2028 മത്സരം ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ചേർന്നിട്ടാണ്. അതായത് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI ആണ് വുമൺസ് പ്രീമിയർ ലീഗ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ വുമൺസ് പ്രീമിയർ ലീഗിന്റെ മസ്കോട്ടിന്റെ പേരാണ് ശക്തി എന്നാണ് മസ്കോട്ടിന്റെ പേര്. ടോട്ടൽ 5 ടീമുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ വുമൺസ് പ്രീമിയർ ലീഗ് വിന്നർ ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു RCB ആണ് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിന്നർ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അപ്പൊ വിന്നർ RCB ആണ്, റണ്ണേഴ്സ് അപ്പ് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. അപ്പൊ മോസ്റ്റ് റൺസ്, അതായത് ഓറഞ്ച് ക്യാപ്പ് നേടിയത് സ്മൃതി മന്ദാന, പർപ്പിൾ ക്യാപ്പ് മോസ്റ്റ് വിക്കറ്റ്സ് സോഫി ഡിവൈൻ ആൻഡ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ സോഫി ഡിവൈൻ ആണ്. എമർജിംഗ് പ്ലെയർ നന്ദിനി ശർമ്മ. സോ ഇത്രയുമാണ് ഇൻഡിവിജ്വൽ അവാർഡ്സ് വരുന്നത് വുമൺസ് പ്രീമിയർ ലീഗിൽ. നെക്സ്റ്റ് നമുക്ക് നോക്കാം
38ാമത് നാഷണൽ ഗെയിംസ് എവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്? ഉത്തരാഖണ്ഡിലാണ് 38ാമത് നാഷണൽ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് ഗ്രീൻ ഗെയിംസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒഫീഷ്യൽ മെസ്കോട്ടിന്റെ പേരാണ് ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ബേർഡ് ആയിരുന്ന ഹിമാലയൻ മൊനാലിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് മൗലി എന്ന് പറയുന്ന മെസ്കോട്ടാണ് ഇതിന്റെ ഒഫീഷ്യൽ മെസ്കോട്ട് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ ടോർച്ചിന്റെ പേരായിരുന്നു തേജസ്വിനി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു നാഷണൽ ഗെയിംസിൽ കുറേയധികം ഡെമോൺസ്ട്രേറ്റിംഗ് സ്പോർട്ട് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഡെമോൺസ്ട്രേറ്റിംഗ് സ്പോർട്സ് എന്ന് പറയുന്നത്? കളരിപ്പയറ്റ്, മല്ലാഖാം, യോഗ, റാഫ്റ്റിംഗ്. ഇത് 4ഉമായിരുന്നു 38ാമത് നാഷണൽ ഗെയിംസിന്റെ ഡെമോൺസ്ട്രേറ്റിംഗ് സ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് കോമ്പറ്റീറ്റീവ് സ്പോർട്ട് ഐറ്റം അല്ല, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്ന സ്പോർട്ട് ഐറ്റം. ഓക്കെ, അപ്പൊ 38ാമത് നാഷണൽ ഗെയിംസിന്റെ മെഡൽ ടാലി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ വന്നിരിക്കുന്നത് സർവീസസ് ആണ്, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് ഹരിയാന. ലാസ്റ്റ് എഡിഷൻ ആണെങ്കിലും തേർഡ് പൊസിഷൻ വന്നിരിക്കുന്നത് ഹരിയാന തന്നെയാണ്. സർവീസസിന് ടോട്ടൽ 121 മെഡലാണ്, അതിൽ 68 എണ്ണമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഏഷ്യ കപ്പ്. ഇന്ത്യ ഡിഫീറ്റ് പാകിസ്ഥാൻ ബൈ 5 വിക്കറ്റ്. ഇന്ത്യ പാകിസ്ഥാനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച മത്സരമാണ് ഏഷ്യ കപ്പ് എന്ന് പറയുന്നത്. സോ 17th എഡിഷൻ ഓഫ് ഏഷ്യ കപ്പ് സെപ്റ്റംബർ 2025 അവസാനിച്ചത്. മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് UAE-യിലായിരുന്നു. അതായത് T20 ഫോർമാറ്റിലും OD ഫോർമാറ്റിലും ഏഷ്യ കപ്പ് നടക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം T20 ഫോർമാറ്റിലായിരുന്നു മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്രാവശ്യം പാകിസ്ഥാനെ ഡിഫീറ്റ് ചെയ്ത് ഇന്ത്യയാണ് വിന്നർ ആയിരിക്കുന്നത്. സോ T20 ഫോർമാറ്റ് ഇറ്റ്സ് 9th ടൈം. അതായത് ഏഷ്യ കപ്പ് ഇന്ത്യ 9ാമത്തെ തവണയാണ് വിൻ ചെയ്യുന്നത്. പക്ഷേ T20 ഫോർമാറ്റിൽ വിൻ ചെയ്യുന്നത് ഇത് 2ാമത്തെ തവണയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. സോ ഇറ്റ്സ് ഓൾസോ ദെയർ സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ടൈം. അതായത് 2023 ടൂർണമെന്റിലും ഇപ്പോഴത്തെ 2025 ടൂർണമെന്റിലും ഇന്ത്യയാണ് വിൻ ചെയ്തിരിക്കുന്നത്. സോ ഓവറോൾ ടൈറ്റിൽ സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ടൈമാണ് ഇന്ത്യ വിൻ ചെയ്യുന്നത്. സോ 2023 ടൂർണമെന്റ് ഓൾ ഹാവ് വൺ ദി 2023 ടൂർണമെന്റ് ആസ് വെൽ ആസ് 2023 ടൂർണമെന്റ് പക്ഷേ OD ഫോർമാറ്റിലായിരുന്നു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ്, അതായത് മോസ്റ്റ് സക്സസ്ഫുൾ ടീമിൽ സെക്കൻഡ് പൊസിഷൻ വരുന്നത് ശ്രീലങ്കയാണ് കേട്ടോ. പ്ലെയർ ഓഫ് ദ മാച്ച്, ഗെയിം ചേഞ്ചർ ഓഫ് മാച്ച്, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, പാകിസ്ഥാൻ ബീറ്റ് ഇന്ത്യ ടു. ഇനി T20 വേൾഡ് കപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഹോസ്റ്റ് വിൻ ചെയ്യുന്നത്. അതും കൂടിയും ഇതിന്റെ പ്രത്യേകതയാണ് കേട്ടോ, പറയാൻ വിട്ടു. ആദ്യമായിട്ടാണ് ഹോസ്റ്റ് T20 വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത്. ആ ഒരു പൊസിഷൻ കൂടി ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ്, ഹോസ്റ്റ് വിൻ ചെയ്യുന്നത്. പിന്നെ തൊട്ടു മുന്നിലത്തെ എഡിഷൻ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 ഇന്ത്യ വിൻ ചെയ്തത്. ഇപ്പൊ 2026 ഇന്ത്യ തന്നെയാണ് വിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയും ആലോചിക്കാം. റെഡി? നെക്സ്റ്റ്, അപ്പോൾ ഏഷ്യ കപ്പ് മെൻസിൽ ഇന്ത്യയാണ് വിന്നർ. പക്ഷെ അണ്ടർ-19 ഏഷ്യ കപ്പ് നമുക്ക് ഇച്ചിരി വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അണ്ടർ-19 ഏഷ്യ കപ്പ് ടൈറ്റിൽ പാകിസ്ഥാൻ ഇന്ത്യനെയാണ് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓർത്ത് വെക്കണം കേട്ടോ. അണ്ടർ-19 ഏഷ്യ കപ്പിൽ പാകിസ്ഥാനാണ് വിന്നർ, ഏഷ്യ കപ്പിൽ ഇന്ത്യയാണ് വിന്നർ. നെക്സ്റ്റ്, സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് എന്ന് പറയുന്നത് അണ്ടർ-21 ഫീൽഡ് ഹോക്കി ടൂർണമെന്റ് ആണ്. സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് എന്ന് പറയുന്നത് 13th എഡിഷൻ ആണ് റീസെന്റ് കഴിഞ്ഞത്. സോ ഇത് എവിടെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്? മലേഷ്യയിലാണ് മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. സോ ചാമ്പ്യൻസ് ഓസ്ട്രേലിയ ആണ്, റണ്ണേഴ്സ് അപ്പ് ഇന്ത്യ. ഓക്കെ, ചാമ്പ്യൻസ് ഓസ്ട്രേലിയ, ഇന്ത്യ റണ്ണേഴ്സ് അപ്പ് ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എടുക്കുകയാണെങ്കിലും മലേഷ്യയിൽ തന്നെയാണ് മത്സരങ്ങൾ നടന്നത്. സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് ആണെങ്കിലും സുൽത്താൻ ഓഫ് അസ്ലാൻ കപ്പ് ആണെങ്കിലും രണ്ടും മലേഷ്യയിലാണ് നടന്നത്. പക്ഷെ വിന്നേഴ്സ് ആരാണ്? സുൽത്താൻ ഓഫ് അസ്ലാൻ കപ്പില് വിന്നേഴ്സ് ആയിരിക്കുന്നത് ബെൽജിയമാണ്. സെക്കൻഡ് പൊസിഷൻ ആണ് ഇന്ത്യക്ക് വരുന്നത്. ആൻഡ് തേർഡ് പൊസിഷൻ ന്യൂസിലൻഡിനാണ് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പിൽ വരുന്നത്. നെക്സ്റ്റ്,
സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് ആണെങ്കിൽ നടന്നത് മലേഷ്യയാണ്, ഇന്ത്യക്ക് സെക്കൻഡ് ആണ്. ഫസ്റ്റ് പൊസിഷൻ ഓസ്ട്രേലിയ ആൻഡ് തേർഡ് പ്ലേസസ് ഗ്രേറ്റ് ബ്രിട്ടൻ. അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വിജയ് ഹസാരെ ട്രോഫി വിദർഭ ക്ലിഞ്ചസ് മെയ്ഡ് ഇൻ. ആദ്യമായിട്ടാണ് എന്ത് ലഭിക്കുന്നത്? വിദർഭയ്ക്ക് വിജയ് ഹസാരെ ട്രോഫി ലഭിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. വിദർഭയും സൗരാഷ്ട്രയും തമ്മിലാണ് ഫൈനൽ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. റണ്ണേഴ്സ് അപ്പ് സൗരാഷ്ട്ര. റണ്ണേഴ്സ് അപ്പ് ആരാണ്? സൗരാഷ്ട്രയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. വിദർഭേനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സൗരാഷ്ട്ര വിന്നർ ആയിരിക്കുന്നത്. സൗരാഷ്ട്രയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിദർഭയാണ് വിന്നർ ആയിരിക്കുന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് എന്താവുന്നത്? വിദർഭ വിന്നർ ആവുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. പ്ലെയർ ഓഫ് ദ മാച്ച്, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. അപ്പൊ ശരിക്കും നമ്മുടെ വിജയ് ഹസാരെ ട്രോഫി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. സോ വിദർഭയ്ക്കുള്ള ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഈ മത്സരത്തിലുള്ള വിജയം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, രഞ്ജി ട്രോഫി. ആദ്യമായി രഞ്ജി ട്രോഫി നേടിയിരിക്കുകയാണ് ജമ്മു ആൻഡ് കാശ്മീർ. 8 തവണ രഞ്ജി ട്രോഫി വിന്നർ ആയിട്ടുള്ള കർണാടകയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആര് വിന്നർ ആയിട്ടുള്ളത്? ജമ്മു ആൻഡ് കാശ്മീർ വിന്നർ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. ആദ്യമായിട്ടാണ് ജമ്മു ആൻഡ് കാശ്മീർ വിന്നർ ആവുന്നത് എന്നുള്ള കാര്യം കൂടിയും ആലോചിക്കുക. നെക്സ്റ്റ്, സന്തോഷ് ട്രോഫി. സർവീസസ് ഡിഫീറ്റ് കേരള ടു ക്ലിഞ്ച് 8th സന്തോഷ് ട്രോഫി ടൈറ്റിൽ. 79ാമത് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സന്തോഷ് ട്രോഫി 79ാമത് എഡിഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കേരളയെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് സർവീസസ് ആണ് വിന്നർ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. സർവീസസിന്റെ എത്രാമത്തെ സന്തോഷ് ട്രോഫി ടൈറ്റിൽ ആണ്? 8ാമത്തെ സന്തോഷ് ട്രോഫി ടൈറ്റിൽ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. നെക്സ്റ്റ്, ഏഷ്യ കപ്പ് ഹോക്കി. സോ ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമാണ് ഏഷ്യ കപ്പ് ഹോക്കിയിൽ വിന്നർ ആയിട്ടുള്ളത്. രാജ്ഗീർ സ്പോർട്സ് കോംപ്ലക്സ് ബീഹാറിലാണ് ഏഷ്യ കപ്പ് ഹോക്കി നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ 4ാമത്തെ തവണയാണ് ഏഷ്യ കപ്പ് ഹോക്കിയിൽ വിന്നർ ആവുന്നത്. 2003, 2007, 2017 ആൻഡ് 2025. 8 വർഷത്തെ ഇന്ത്യയുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ എഗെയിൻ വിന്നർ ആവുന്നത്. സൗത്ത് കൊറിയനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ഹോക്കി ഇന്ത്യ മെൻസ് ഏഷ്യ ഹോക്കി ടീം സൗത്ത് കൊറിയനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഹോക്കി ഏഷ്യ കപ്പ് വിന്നർ ആവുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. 2026 നടക്കാൻ പോകുന്ന ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ കണ്ടക്ട് ചെയ്യുന്ന മെൻസ് ഹോക്കി വേൾഡ് കപ്പ് 2026 നെതർലൻഡ്സ് ബെൽജിയത്തിലാണ് നടക്കുന്നത്. ഇതിലേക്കുള്ള ക്വാളിഫൈ ആവുകയും കൂടി ചെയ്തു ഇന്ത്യ ഈ മത്സരത്തിൽ വിജയിയായതോടുകൂടി. ഒഫീഷ്യൽ മസ്കോട്ട് മെൻസ് ഏഷ്യ കപ്പ് ഹോക്കിന്റെ ഒഫീഷ്യൽ മസ്കോട്ടിന്റെ പേരാണ് ചാന്ദ്. ഓക്കെ, ചാന്ദ്. നെക്സ്റ്റ്, ICC Under-19 Women's T20 World Cup. ICC Under-19 Women's T20 World Cupൽ 9 വിക്കറ്റിന് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ വുമൻസ് ടീമാണ് വിന്നർ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കാം. 9 വിക്കറ്റിന് സൗത്ത് ആഫ്രിക്കനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആരാണ് വിന്നർ ആയിരിക്കുന്നത്? ഇന്ത്യൻ വുമൻസ് ടീമാണ് വിന്നർ ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. കോലാലംപൂർ മലേഷ്യയിലാണ് ഫൈനൽ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, 72ാമത് സീനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ്. 72ാമത് സീനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കാശി വാരണാസി നടന്നിട്ടുണ്ടായിരുന്നു. സോ ഇതില് മസ്കോട്ടിന്റെ പേര് എന്ന് പറയുന്നത് നന്ദു ആണ്. നന്ദു ആൻഡ് നീര. നന്ദു അതായത് നന്ദിയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള നന്ദു ആണ് ഒരു മസ്കോട്ട്. ഗംഗ ഡോൾഫിനിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടുള്ള നീരയാണ് അടുത്ത മസ്കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ മെൻസ് ടൈറ്റിൽ നേടിയിരിക്കുന്ന ആരാണ്? മെൻസ് ടൈറ്റിൽ നേടിയിരിക്കുന്നത് രാജസ്ഥാൻ ആണ്. നെക്സ്റ്റ്, വുമൻസ് ക്രൗൺ നേടിയിരിക്കുന്ന ആരാണ്? കേരളമാണ്. അപ്പോൾ രാജസ്ഥാൻ സർവീസസിനെയാണ് ബീറ്റ് ചെയ്തത്. കേരള ആരെയാണ്? റെയിൽവേസിനെയാണ് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വിന്നർ ആവുന്നതിനായിട്ട്. നെക്സ്റ്റ്, 12th എഡിഷൻ ഓഫ് വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. 12th എഡിഷൻ ഓഫ് വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ്? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ന്യൂഡൽഹിയിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്.
സോ നമ്മുടെ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് പാരാലിമ്പിക്സിന് ശേഷം ഈ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അത്ലറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ മത്സരങ്ങളിൽ ഒന്നാണ് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ മത്സരങ്ങൾ ബൈനിയലിയാണ് നടക്കുക. 2 വർഷം കൂടുമ്പോഴാണ് ഈ മത്സരങ്ങൾ നടക്കാറ്. ഇതിലെ മസ്കോട്ടിന്റെ പേരെന്താണ്? വിരാജ് എന്നാണ് മസ്കോട്ടിന്റെ പേര് വരുന്നത്. സോ ഹോസ്റ്റ് കൺട്രി ഇന്ത്യയാണ്. ഇന്ത്യയുടെ റാങ്ക് വരുന്നത് പക്ഷേ 10th പൊസിഷനിലാണ് കേട്ടോ. ഫസ്റ്റ് പൊസിഷൻ വരുന്ന ആരാണ്? ബ്രസീലാണ്. സെക്കൻഡ് ചൈന ആൻഡ് തേർഡ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഖേലോ ഇന്ത്യ ഗെയിംസിൽ ഈ വർഷം നടന്നിട്ടുള്ള ആദ്യത്തെ ഖേലോ ഇന്ത്യ ഗെയിംസ് ആണ് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിം എന്ന് പറയുന്നത്. ദിയുവിലാണ് ഖേലോ ഇന്ത്യ, ദിയുവിലുള്ള ഘോഖ്ല ബീച്ചിലാണ് ഇപ്രാവശ്യം ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിം നടന്നിട്ടുണ്ടായിരുന്നത്. മല്ലാക്കാം ആൻഡ് തഗ് ഓഫ് വാർ ആണ് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിമിലുള്ള ഡെമോൺസ്ട്രേഷൻ സ്പോർട്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് പൊസിഷൻ കർണാടക, സെക്കൻഡ് പൊസിഷൻ തമിഴ്നാടു ആൻഡ് തേർഡ് പൊസിഷൻ മണിപ്പൂരാണ് വരുന്നത്. പേൾ എന്ന് പറയുന്ന ഡോൾഫിൻ ആണ് എന്തെന്ന് പറയുന്നത്? മസ്കോട്ട് എന്ന് പറയുന്നത്. ഏകദേശം 336 അത്ലറ്റുകളാണ് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ സ്പോർട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് ഇവന്റ്സ് ആണ്. സോ നമുക്കിനി ബാക്കി വീഡിയോസ് എന്തൊക്കെ ടോപ്പിക്കിലുള്ള കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ആണ് വേണ്ടത് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. സോ നമുക്കിനി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ. സീ യു.